ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ. നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഒരു സിമ്പിൾ ലഞ്ച് പ്രിപ്പറേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ അവസാന വെക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പം ജൂലൈ ഓഗസ്റ്റാണ് വെക്കേഷൻ. ഇപ്പം ഓഗസ്റ്റ് 25 വരെ ഇനിയിപ്പോൾ വെക്കേഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആവും. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇക്കാക്ക് ഇങ്ങനെ പുട്ടും തലേദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ മക്കൾക്കായിട്ട് തലേദിവസത്തെ ഒരു പൊറോട്ട ഉണ്ടായിരുന്നു, അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ചൂടാക്കിയിട്ട് എടുക്കുവാണ്. പിന്നെ അവർക്ക് കൊടുക്കാനായിട്ട് പാലും കൂടി ചൂടാക്കി എടുക്കുന്നുണ്ട്. പാല് കുടിക്കുന്ന രണ്ടാൾക്കും ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ എന്ത് പറ്റിയെന്നറിയില്ല, വന്നിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതേ പുട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ചും കൂടി മാവ് നനച്ചിട്ടുണ്ട്, കാരണം ഒരു പൊറോട്ട ഉണ്ടായിരുന്നുള്ളൂ, 2 പേർക്ക് ഹാഫാക്കി കൊടുക്കുക കേട്ടോ ചെയ്തത്. അതുകൊണ്ട് കുറച്ച് പുട്ടും കൂടി കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പുട്ടിൻ്റെ മാവൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ അത് ബാക്കിയും കൂടി ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ പൊറോട്ടയൊക്കെ ചൂടാക്കി കൊടുത്തപ്പോഴത്തേക്ക് രണ്ടുപേരും പിന്നെ കഴിക്കാനായിട്ട് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്കും കൂടെ ചായ ഇടാനായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. പുട്ടും ചിക്കൻ കറിയും നമ്മുടെ ചായയും ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം കഴിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ചെറുതായിട്ട് കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഇരുന്നിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഐസാക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഡയന റോമ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്, അതാണ് ഇഷ്ടം. അസാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗെയിമിംഗ് ചാനലുണ്ട് കേട്ടോ, അതും ആട്ടോ കണ്ടിട്ട് കഴിക്കുന്നത്. പിന്നെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ലോഡ് പാത്രം ഉണ്ടാവുമല്ലോ കഴുകാനായിട്ട്. അതൊരു ചായ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു കുന്ന് പാത്രം ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ പാത്രം കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാത്രം കഴുകി കഴിഞ്ഞാൽ തന്നെ ആക്ച്വലി പകുതി പണിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് ഇടുക കേട്ടോ. ക്ലീനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിച്ച് കഴിഞ്ഞ് ഈ ഒരു കിച്ചണിൽ നിന്ന് തന്നെ കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ, അതൊക്കെ ഫുള്ളൊന്ന് കഴുകി ആ ഒരു സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ അവിടുത്തെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ കുക്കിംഗ് റേഞ്ചും എല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഫസ്റ്റ് കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിടും. പിന്നെ ഫുള്ളൊന്നും ഇങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കും കേട്ടോ. പിന്നെ ചെറിയ മക്കളുള്ള വീടാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, എത്ര നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അതങ്ങനെ വൃത്തിയായിട്ട് കിടക്കില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പഴയതുപോലെ തന്നെ ആവും, പിന്നെ വീണ്ടും ക്ലീൻ ചെയ്യണം. ഈ ക്ലീനിങ് എന്ന് പറയുന്നത് ഒരു വട്ടം അല്ല കേട്ടോ, 2-3 വട്ടം ഇവിടെ ചെയ്യേണ്ടി വരും. ഓരോ പ്രാവശ്യം ഫുഡ് കഴിച്ച് കഴിയുമ്പോഴും ഫുള്ളിങ്ങനെ ഞാൻ ക്ലീനാക്കി ഇടാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പാറ്റ ശല്യമാണ്. ഒരല്പമെങ്കിലും ഫുഡ് താഴെ കിടന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ പാറ്റ വരും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ക്ലീൻ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം റൂമിൽ നമ്മുടെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കാനായിട്ട് പോവാണ്. ബ്ലാങ്കറ്റൊക്കെ മടക്കി ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇടണം. അപ്പോൾ ആ ഒരു സമയത്ത് മക്കളവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അപ്പുറത്തുനിന്ന് ഇൽഹാനും ഹംദാനും ഒക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കളിക്കാൻ വരും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കളിച്ചിട്ടൊക്കെ അതുകൊണ്ട് അവരും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഇവർക്ക് നല്ല ടൈം പോകും കേട്ടോ. അപ്പം അവരുടെ കൂടെ ഇങ്ങനെ കളിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ രാവിലെ കുറച്ച് നേരം ഈ ഡ്രിഫ്റ്റിംഗ് ബൈക്ക് ഇങ്ങനെ ഓടിച്ചിട്ട് അത് ഓടിച്ച് കഴിയുമ്പോഴേക്കും ഈ താഴെ ഉണ്ടല്ലോ ഫ്ലോറിൽ ഫുള്ളിങ്ങനെ അതിൻ്റെ ടയറിൻ്റെ ആ ഒരു ഇങ്ങനെ ബ്ലാക്ക് കളർ ഇങ്ങനെ പാടുകൾ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഫുള്ള് അവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ അത് ഫുള്ള് ഇങ്ങനെ തുടച്ചെടുത്ത് പിന്നെ വെക്കേഷനല്ലേ, പിന്നെ താഴേക്ക് ഞാൻ ചൂടായതുകൊണ്ട് അധികം കൊണ്ടുപോകുന്നുമില്ല, അങ്ങനെ കളിച്ചോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുക കേട്ടോ.
അപ്പോൾ അത് തുടയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇതേ മോപ്പിൽ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ടാവും. മറ്റേ ആ ഒരു ടയറിൻ്റെ പാട് വെച്ചിട്ട് നമ്മൾ തുടയ്ക്കുന്നതുകൊണ്ട് മോപ്പ് പെട്ടെന്ന് തന്നെ അഴുക്കാവും. എപ്പോഴും മോപ്പ് ക്ലീനിങ് കേട്ടോ പരിപാടി. പിന്നെ അതിന് ശേഷം പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പിന്നെ 2 ദിവസത്തിലൊരിക്കലൊക്കെയാണ് പിന്നെ വാഷിംഗ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ബെഡ്ഷീറ്റ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വാഷ് ചെയ്യാനുണ്ടാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ലഞ്ചിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പം ചോറ് വെക്കാനായിട്ട് ഞാനിവിടെ അരിയൊക്കെ എടുക്കും കേട്ടോ. എന്നിപ്പോൾ ഞങ്ങൾ മാത്രമാണെങ്കിൽ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് അരി എടുത്താൽ മതിയാവും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇക്കായും കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലെടുക്കും. ഇതിപ്പോൾ നമ്മൾ മാത്രമാണെങ്കിൽ ഇത്രയും മതിയാവും. ഇതിൽ തന്നെയും കുറച്ച് ബാലൻസ് വരും കേട്ടോ. അത് ഇപ്പോൾ എനിക്ക് ദോശക്കിടാനൊക്കെ ഞാൻ പിന്നെ എങ്ങനെ എടുക്കും, അതിലും ബാലൻസ് വരും. ബിക്കോസ് മക്കളാണെങ്കിലും കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അരി വെച്ച് കൊടുക്കുക കേട്ടോ. കുക്കറിൽ ഒരു വിസിലേക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയായി വരും. പിന്നെ നമ്മൾ ചെമ്പല്ലി ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ അത് ഞാൻ കുറച്ച് ബിരിയാണി ആക്കിയിട്ട് പിന്നെ ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് കറിയാക്കാനായിട്ട് എടുക്കും കേട്ടോ. കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി തന്നെയാണ് വാങ്ങുന്നത്. പക്ഷേ ഇനിയിപ്പം ക്ലീൻ ചെയ്ത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു ബ്ലാക്ക് സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് എടുക്കും കേട്ടോ. അപ്പം ഫിഷ് ക്ലീൻ ചെയ്തതുകൊണ്ട് തന്നെ ആ പാത്രവും പിന്നെ ആ ഒരു സിങ്കും ഞാൻ അപ്പം തന്നെ ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹാൻഡ് വാഷൊക്കെ ഇട്ടിട്ടാട്ടോ കഴുകുന്നത്. അപ്പോൾ ആ ഒരു സ്മെല്ലങ്ങ് മാറിക്കിട്ടും. അപ്പം തന്നെ അങ്ങ് കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഫിഷിൻ്റെ ഒരു സ്മെല്ലൊക്കെ കിച്ചണിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേ തന്നെ അതങ്ങ് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മുടെ ഫിഷ് കറി വെക്കാനായിട്ട് നമ്മുടെ മിക്സിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തിരുവനന്തപുരം ആ സൈഡിലേക്ക് കൂടുതലും ഈ തേങ്ങ അരച്ചിട്ടുള്ള ഫിഷ് കറി ആട്ടോ ഇഷ്ടം. മറ്റേ പുളി വെച്ചിട്ടുള്ളത് അധികം അങ്ങനെ ഇഷ്ടമില്ല. ഇവിടെയും ഇക്കാക്കും അങ്ങനെയൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ അരച്ചിട്ട് തന്നെ ആട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, പിന്നെ ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ മരിച്ചിനി വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു, അതും കൂടെ കട്ട് ചെയ്ത് കുക്കറിലേക്ക് വെച്ച് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് വിസിലടിച്ച് എടുക്കുക കേട്ടോ. ഒരു 2 വിസിലൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വരും. ഇവിടെ ഇക്കാക്ക് നല്ല ഉടഞ്ഞിരിക്കുന്ന മരിച്ചിനി കേട്ടോ ഇഷ്ടം. അപ്പോൾ ആ ഒരു സമയത്ത് ഫിഷ് കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫിഷ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം വെന്ത് വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മരിച്ചിനിയുടെ അരപ്പിനായിട്ട് കുറച്ച് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ മരിച്ചിനിയൊക്കെ അത് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരപ്പുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇളക്കുവാണ്. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കണം. നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും സ്പൂൺ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അരപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അരപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഓഫ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും മരിച്ചിനിയും റെഡിയാവും. പിന്നെ ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും മരിച്ചിനി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മരിച്ചിനി ആണെങ്കിലും അവിച്ചതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഇക്കാക്കാണെങ്കിൽ ഇതുപോലെ കറി വെക്കുന്ന കേട്ടോ മരിച്ചിനി ഇഷ്ടം. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ കത്തിരിക്ക ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഇക്ക സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അത് ഒന്ന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. ഇപ്പം ഫുഡ് അങ്ങനെ കൊണ്ടുപോകാറില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.